ബലാത്സംഗ കേസിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായ നടൻ സിദ്ദിഖ് തിരുവനന്തപുരം സിറ്റി കൺട്രോൾ റൂമിൽ പ്രത്യേക അന്വേഷണ സംഘം സിദ്ദിഖിനെ ചോദ്യം ചെയ്തു. പ്രാഥമിക വിവരശേഖരണത്തിന് ശേഷം മടങ്ങിയ സിദ്ദിഖ് ഈ മാസം 12-ന് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകണം. ചോദ്യം ചെയ്യലിൽ നടിക്കെതിരായ പരാതിയിലും സുപ്രീം കോടതിയിലും പറഞ്ഞ കാര്യങ്ങൾ സിദ്ദിഖ് ആവർത്തിച്ചു. തിരുവനന്തപുരത്ത് ഇന്ന് രാവിലെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സിദ്ദിഖിന് അന്വേഷണ സംഘം കത്ത് നൽകിയിരുന്നു. 9:30-യോടെ കമ്മീഷൻ ഓഫീസിലെത്തിയ സിദ്ദിഖിനെ സിറ്റി കൺട്രോൾ റൂമിലേക്ക് അയച്ചു. പിന്നാലെ 3 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യൽ. പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരായ SP മെറിൻ ജോസഫ്, ക്രൈംബ്രാഞ്ച് SP S മധുസൂദനൻ എന്നിവർ കൺട്രോൾ റൂമിലെത്തിയാണ് സിദ്ദിഖിനെ ചോദ്യം ചെയ്തത്. പ്രാഥമിക വിവരശേഖരണം മാത്രമാണ് ഇന്ന് നടന്നത്. പരാതിക്കാരിയായ നടിയെ തിരുവനന്തപുരം നിള തിയേറ്ററിലെ പ്രിവ്യൂ ഷോയിൽ മാത്രമാണ് കണ്ടതെന്നും മസ്കറ്റ് ഹോട്ടലിൽ കണ്ടില്ലെന്നും സിദ്ദിഖ് അന്വേഷണ സംഘത്തോട് പറഞ്ഞു. നടിക്കെതിരായ വാട്സപ്പ് ചാറ്റുകൾ ഇന്ന് ഹാജരാക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും അന്വേഷണ സംഘത്തിന് കൈമാറിയില്ല. ചോദ്യം ചെയ്യലിന് 12-ന് വീണ്ടും ഹാജരാകാൻ സിദ്ദിഖിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്ന് രേഖകൾ ഹാജരാക്കാമെന്ന് സിദ്ദിഖ് അറിയിച്ചു. ആഴത്തിലുള്ള ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം കടക്കാൻ സാധ്യതയില്ല. ഈ മാസം 22-ന് സുപ്രീം കോടതി കേസ് പരിഗണിക്കുമ്പോൾ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. അതേസമയം ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിൽ ഈ മാസം 15-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നടൻ ജയസൂര്യയ്ക്ക് അന്വേഷണ സംഘം കത്ത് നൽകി. 24 തിരുവനന്തപുരം.